കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടുക്കുന്നില്ലല്ലോ ഈശ്വര, ഇനി അവളെ കണ്ടു കാണുമോ? അവരിനി തിരിച്ച് അമരാവതിയിലേക്ക് പോയി കാണൂ. പത്മാവതി അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം. ആശാലതയാണല്ലോ, ജോലി അങ്ങ് ചെന്ന് കാണുമായിരിക്കും. എടുക്കാം. ഹലോ, എന്താ ആശാലതേ, ജ്യോതി അങ്ങോട്ട് എത്തിയോ? ഇല്ല പത്മാവതി അമ്മേ, ഇതുവരെ വന്നില്ല. സുധേട്ടൻ അന്വേഷിച്ചു പോയിരിക്കുക. കണ്ടു കിട്ടിയാൽ ഉടനെ സുധേട്ടൻ ജ്യോതിയെ അമരാവതിയിലേക്ക് കൊണ്ടുവന്നാക്കും. ഞാനിത് സുധേട്ടനോട് പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നേ. പത്മാവതി അമ്മ എന്താ ഒന്നും പറയാത്തെ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വരുന്നതും പോകുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടം. വെക്കട്ടെ. ഹലോ ഹലോ, എടാ മോനെ, ജ്യോതി അങ്ങ് എത്തിയില്ലെന്ന്. അത് സാരമില്ല, എത്തിക്കോളും. നമ്മള് കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. രാത്രിയാ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കാലമല്ലേ. സ്ത്രീകൾക്ക് സഞ്ചരിക്കുന്നതിന് രാവെന്നോ പകലെന്നോ ഒരു വ്യത്യാസമില്ല. അവരുടെ പ്രൊട്ടക്ഷൻ പോലീസ് നോക്കിക്കോളും. വെരി ഗുഡ്. സ്വന്തം ഭാര്യ പിണങ്ങി പോയപ്പോ നീ ഇങ്ങനെ തന്നെ സംസാരിക്കണം. എടാ, അവക്ക് എന്തെങ്കിലും പറ്റിയാ ആർക്കും പിന്നെ സഹിക്കാൻ പറ്റില്ല. ഒരു വാശിക്ക് അവൾ ഇറങ്ങിപ്പോയി. വാക്കുകൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു. പക്ഷെ അവള് നിന്റെ ഭാര്യയാ. അതോർമ്മ വേണം. മോളെ, മോളെ നീ എന്തായി കാണിച്ചത്? എന്തിനാ ഇങ്ങനെ ഇറങ്ങിപ്പോന്നത്? വാ, അച്ഛൻ കൊണ്ടുവിടാ. എവിടേക്ക്? അമരാവതിയിലേക്ക്. അല്ലാതെ ഇവിടെ ഞാനിനി എവിടേക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോള് തിരിച്ചു പോണം. അവിടെ ഉള്ളവരൊക്കെ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ആര്? എന്തിന്? എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട. ഇവിടെ മയപ്പെട്ടു പോയാ അച്ഛൻ എന്നെ തിരികെ അമരാവതിയിൽ കൊണ്ടുപോയാക്കും. എതിർത്ത് നിന്നേ പറ്റൂ. മോളെ, നീ വാശി പിടിക്കരുത്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ബുദ്ധിപൂർവ്വം നമ്മൾ പരിഹരിക്കണം. ഇതുപോലൊരു ഭർത്താവിനെയും നല്ലൊരു കുടുംബത്തെയും തട്ടിത്തെറിപ്പിച്ചിട്ട് നീ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം? ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്നാലും ഇനി ആ വീട്ടിലേക്കില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ? ഡിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മോക്ക് അറിഞ്ഞൂടെ? എനിക്കിപ്പോ ആ വിശ്വാസം ഇല്ല. ശരി, എങ്കിൽ മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ബാക്കിയൊക്കെ പിന്നീട് തീരുമാനിക്കാം. ഞാൻ എങ്ങോട്ടും ഇല്ല അച്ഛാ. പിന്നെ നീ എങ്ങോട്ട് പോകുന്ന? ഈ രാത്രി നിന്നെ ആര് സഹായിക്കും? എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോവാൻ പോവാ. ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ഓട്ടോ കിട്ടും.
ഞാൻ പോയിക്കോളാം. ഡേയ്, ഒരക്ഷരം വേണ്ടി പോരുന്നു നീ. ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. ഇതിനാണോ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയത്? അച്ഛനും അമ്മയ്ക്ക് മക്കൾ കൊടുക്കുന്ന സമ്മാനം ഇതാണോ? നിന്നെ വളർത്തിയതേ അങ്ങനെ ഏതെങ്കിലും ഒരു വഴിക്ക് വിടാനോ ലേഡീസ് ഹോസ്റ്റലിലാക്കാനോ അല്ല. കെട്ടിച്ചു വിട്ടെന്ന് കരുതി ഞാൻ നിന്റെ അച്ഛനല്ലാതാവുന്നില്ല. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോണം. വാങ്ങിട്ട് വരാന്ന്. അമരാവതി കൊണ്ടുവിടാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് എന്തിനാ മനുഷ്യ? അവള് പോയില്ല എന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വഴി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? വേണ്ട, തലേ കയറ്റിവെച്ച് പുന്നാരിച്ചോ. നിങ്ങളൊരു തന്തയാണോ മനുഷ്യ? പോവില്ല എന്ന് പറഞ്ഞപ്പോ വിളിച്ചു കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. മമ്മി മമ്മി വെറുതെ അച്ഛനെ വഴക്ക് പറയണ്ട. അച്ഛൻ ഇതില് ഒരു പങ്കുമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാ വന്നത്. തൽക്കാലം കുറച്ചുനാള് ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ തീരുമാനം. എടി മൂദേവി, നിക്കടെ അവിടെ. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവും ഇല്ല. എനിക്ക് തീരെ വയ്യ മമ്മി. ഞാൻ കുറച്ചേരം ഒന്ന് കിടന്നോട്ടെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. പറ്റില്ല. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അമരാവതിയിലേക്ക് തിരിച്ചു പോയിക്കണം. മോളെ, അവിടെ എല്ലാവരും മോക്ക് എന്താ പറ്റിയെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അച്ഛൻ കൊണ്ടുവിടാം മോളെ. ആശാലതേ, നീ പോയി ഒരു ചായ എടുത്തോളൂ. ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോവാം. നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഈ ദേഷ്യവും ബഹളവും സങ്കടവും ഒക്കെ മാറും. ഒരു ചൂട് ചായ കുടിച്ച് നമുക്ക് അമരാവതിയിലേക്ക് പോവാം. ആ, നമുക്കും കൂടെ പോവാം. നീ ചായ എടുത്തോണ്ടോ. ചെല്ലു. അച്ഛൻ എന്താ ഞാൻ അമരാവതിയിൽ നിന്ന് പോകുന്നത് തമാശക്കാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? സംഭവിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞതല്ലേ? അറിഞ്ഞതൊക്കെ സത്യമാണോന്നുണ്ടോ? ഡീക്ക് നിന്നെ ചതിച്ചിട്ട് ഇതുപോലൊരു വൃത്തികെട്ട പണി കാണിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഈശ്വര, ഇതിന് ഞാൻ എന്ത് മറുപടിയാ പറയാ? ചെയ്യൂന്ന് പറഞ്ഞ അതെന്റെ ഭർത്താവിനെ ഞാൻ അവിശ്വസിക്കുന്നുവെന്ന് ഇവരോട് സമ്മതിക്കില്ല. ഇല്ലെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ഇവരെന്നെ അമരാവതിയിൽ തിരിച്ചു കൊണ്ടുവന്ന് വിടും. എന്താ ചെയ്യാ? എനിക്ക് വേറെ വഴിയില്ല. ദേവി, മൂകാംബിക, ഇവരോട് വഴക്കിട്ട് പിടിച്ചു നിൽക്കാനുള്ള വാക്കുകൾ നീ എന്റെ നാവിൽ കൊണ്ടുതരണേ. എന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. എന്താണ് ഇന്ന് ആലോചിക്കുന്നേ? ചോദിച്ചതിന് മറുപടി പറയടി. ഡീക്ക് നിന്നെ ചതിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഈ കട കോലാഹലങ്ങളൊക്കെ ആളുകൾ വെറുതെ ഉണ്ടാക്കിയെന്നാണോ മമ്മിയുടെ വിചാരം? കൂടെ 2 പെണ്ണുങ്ങളും വേറെ 2 പുരുഷന്മാരും ഉണ്ടായിരുന്നെന്ന് ചാനലിൽ കൂടി നിങ്ങളും കണ്ടതല്ലേ? മോളെ, സ്വന്തം ഭർത്താവിന് മനസ്സിലാക്കേണ്ടത് ഭാര്യ. മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുന്ന ഭർത്താവിനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ടവളാണ് ഭാര്യ. ദൈവമേ, എന്റെ ഭർത്താവിന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തൊരു ദുർവിധിയായത്. കണ്ടില്ലേ മൂങ്ങയെ പോലെ നിൽക്കുന്നത്? അതെ, നിന്റെ അഹങ്കാരത്തിന് കൊടി പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല. മര്യാദക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയിക്കോണം. പറ്റില്ല മമ്മി. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കിടുന്നേ? നിങ്ങൾക്ക് എന്നെ ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നീ എന്തായി പറയുന്നത് മോളെ? ഈ രാത്രി നീ എങ്ങോട്ട് പോകുന്ന? പുറത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്നതാ. ചാവാനാണോടി അസത്തെ? നിന്നെ ഇത്രയും നാളും ഞങ്ങൾ വളർത്തിയത്. എടി, ചാവാൻ ആർക്കും പറ്റും, ജീവിച്ച് കാണിക്കാനാ പാട്. ആശാലതേ, മതി മോളെ. നിന്റെ ഭർത്താവിനെ നീ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് വിശ്വാസമാ. ഈ ലോകം മുഴുവൻ അവനെ കുറ്റം പറഞ്ഞാലും ഞാൻ അവിശ്വസിക്കില്ല. ഞാൻ അവന്റെ കൂടെ നിൽക്കൂ. അച്ഛൻ ആരുടെ കൂടെ വേണമെങ്കിലും നിന്നോ, പക്ഷെ എന്റെ തീരുമാനം
ഇത് തന്നെയാ. നിന്റെ തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനം ഇവിടെ നടക്കാൻ പോകുന്നത്. നീ ഇപ്പൊ തന്നെ അമരാവതിയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. ഇത് നിങ്ങളുടെ മാത്രം വീടാന്ന് ആരാ പറഞ്ഞേ? ഇത് എന്റെയും കൂടി വീടാ. ഇവിടെ താമസിക്കാനോ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനോ എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒരു അനുവാദവും വേണ്ട. അമരാവതിയിലേക്ക് തിരിച്ചു പോവാൻ നിർബന്ധിച്ച് ആരും എന്റെ പിന്നാലെ വരുകയും വേണ്ട. കേട്ടില്ലേ മനുഷ്യ, അവള് പറഞ്ഞിട്ട് പോയത്? വന്നേ, ഇന്ന് അവളെ തിരിച്ച് അമരാവതിയിലേക്ക് വിട്ടിട്ട് തന്നെ കാര്യം. വാ ഇങ്ങോട്ട് വരാൻ. ജ്യോതി, എടി ജ്യോതി, വാതിൽ തുറക്കടി, വാതിൽ തുറക്കാൻ. എടി, ഇതിനകത്ത് കയറി ഇങ്ങനെ വാതിലടച്ച് രക്ഷപ്പെടാന്ന് നീ കരുതണ്ട. മര്യാദയ്ക്ക് വാതിൽ തുറക്ക്. നീ ഒന്ന് മാറി മോളെ. ജ്യോതി, ജ്യോതി, നീ ഒന്ന് വാതിൽ തുറന്നേ. അച്ഛന് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് തുറന്നേ. ജ്യോതി, നെഞ്ചു പൊട്ടിയാലും എല്ലാവരും എനിക്ക് നേരെ എത്ര കല്ല് വലിച്ചെറിഞ്ഞാലും സത്യം എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ ദൈവമേ. അമ്മയും അച്ഛനും എന്റെ നല്ലതിന് വേണ്ടി എല്ലാം പറയുന്നേ. എന്തെയും എനിക്ക് വേറെ വഴിയില്ല. അഹങ്കാരി, വാതിൽ തുറക്ക്. എടി, എടി, വാതിൽ തുറക്കാൻ. എടി ആശാലത്തെ, നീ ഒന്ന് സമാധാനത്തിൽ വിളിക്ക്, അവള് തുറക്കും. മോളെ ജ്യോതി, മോളെ. മോളെ ജ്യോതി. എന്താ? എടി, നീ ഇങ്ങനെ വാതിലടച്ചകത്തിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനി ഒരു മാറ്റവും. ഇതിനാണോടി ഞങ്ങൾ ഇക്കാലം അത്രയും കഷ്ടപ്പെട്ടത്? അമ്മയില്ലാത്ത നിന്നെ സ്വന്തം മോളെ പോലെ അല്ലേടി ഞാൻ വളർത്തിയത്. എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ സഹായിക്കും? എടി, നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ച് അയച്ചിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. അവൾക്ക് മാതൃക കാണിക്കേണ്ടവളല്ലേടി നീ? വേണ്ട, ആരും അധികം ഒന്നും പറയണ്ട. നിങ്ങൾ എന്താ പറയാൻ വന്നേന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനൊരു കാര്യം പറയാം. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാ. ഇനി എന്നെ നിർബന്ധിച്ച ഞാൻ ഈ മുറിയിൽ കെട്ടി തൂങ്ങി ചാവും. നന്നായി, വളരെ നന്നായി. വളർത്തിയതിനും നോക്കിയതിനും സ്നേഹിച്ചതിനും ഒക്കെ എനിക്ക് ഇത് തന്നെ കിട്ടണം. ഞങ്ങളോട് നീ ഇങ്ങനെ തന്നെ പെരുമാറണോടി, ഇങ്ങനെ തന്നെ പെരുമാറണം. മതി മതി, നിർത്തുന്നുണ്ടോ ഈ പ്രഹസനമൊക്കെ? ഈ കരച്ചിലൊക്കെ നല്ല ഒന്നാം തരം അഭിനയാന്ന് എനിക്കറിയാം. അതെടി, ഇപ്പൊ ഇതൊക്കെ നിനക്ക് അഭിനയമായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ അഭിനയിച്ച് തന്നെയാ നിന്നെ വളർത്തി വലുതാക്കിയത്. മോളെ, ഇവള് നിന്റെ രണ്ടാനമ്മ തന്നെ, സമ്മതിച്ചു. പക്ഷേ നിനക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ വരുത്തിയിട്ടുണ്ടോ? ഇവള് അഭിനയിക്കുകയാണെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ നിന്റെ അച്ഛനാണല്ലോ. ഞാൻ പറയുന്നു, ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നത് നീയാ. എന്തിന്? ആർക്കു വേണ്ടി? നിന്റെ ഭർത്താവിനെ നിനക്ക് വിശ്വാസമില്ലെന്ന് നീ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. നിന്റെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ട്. പറ, എന്തിനാ നീ അവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? എന്റെ ദേവി, അച്ഛനെ ഞാൻ പറഞ്ഞൊന്നും ഇതുവരെ വിശ്വാസമായിട്ടില്ല. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേടി നീ? കേട്ടു. അച്ഛനും മമ്മിയും എല്ലാം പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ എനിക്കിനി ചതിക്കപ്പെടാൻ വയ്യ. ലോകം മുഴുവനും നാറി. എന്റെ മുമ്പിൽ തല കുനിച്ച എന്റെ ഭർത്താവ് നിന്നത്. അദ്ദേഹത്തിന്റെ അമ്മ വിശ്വസിക്കും, മക്കള് വിശ്വസിക്കും, മരുമക്കളും വിശ്വസിക്കും. പക്ഷെ ഞാൻ തിരിച്ചു പോണമെങ്കിൽ
ഈ സംഭവിച്ചതിന്റെ സത്യം തെളിയണം. അതും ആ സ്ത്രീയെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തി തെളിയിക്കണം. എന്നാലേ ഞാൻ ഇനി അമരാവതിയിലേക്ക് തിരിച്ചു പോവും. ഇനി എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. ജ്യോതി, എടി, ആ പോയ മനുഷ്യൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. അത് മറക്കരുത്. ഈ കുടുംബത്തോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നീ അമരാവതിയിലേക്ക് തിരിച്ചു പോണം. എടാ മോനെ, ജ്യോതിയെ അങ്ങോട്ട് എത്തിയെന്ന്. സുധാകരനാര് കാണുമ്പോഴേ ഏതോ ഗേറ്റിന്റെ മുന്നിൽ വിഷമിച്ചിരിക്കുകയായിരുന്നാ പറഞ്ഞേ. നാളെ രാവിലെ സ്ഥലവരത്തി പോയി ഞാൻ ജ്യോതിയെ കാണാം. അവളോട് തിരിച്ചു വരാനും പറയാം. എടാ കണ്ണ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ. മോനെ, അമ്മ പോയിട്ട് അവളെ കൊണ്ടുവരാടാ. അമ്മ വിളിച്ച അവള് വരൂടാ. വേണ്ട, എനിക്ക് വേണ്ടി അമ്മ അവളുടെ കാല് പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. കാല് പിടിക്കാനും കൈ പിടിക്കാനൊന്നും അല്ലടാ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഒന്ന് ശാന്തമാകുമ്പോ എല്ലാവർക്കും മനസ്സിലാകും. വേണ്ട, എന്നെങ്കിലും സ്വയം തിരിച്ചറിയുമെങ്കിൽ അന്ന് അവള് തിരിച്ചു വന്നാ മതി. ഹലോ, ആരാ? ഹലോ ഡി കെ സാർ, ചെന്നാകിതാരാ? നിനക്ക് സുഖമാണോടാ ഡി കെ? മര്യാദയ്ക്ക് സംസാരിക്കണം. ആരാ നീ? വിഘ്നേഷ്, MP വിഘ്നേഷ്. എന്താ നീ ഞെട്ടിയോ? എന്തിന്? നിന്നെക്കുറിച്ച് അറിയാത്തവരല്ലേ ഞെട്ടേണ്ടത്. എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം വിഘ്നേഷ്. 13-ാം വയസ്സിൽ നീ സ്കൂളിലൊപ്പം പഠിച്ച കൂട്ടുകാരനെ അവൻ സ്കൂൾ ലീഡർ ആവാതിരിക്കാൻ വേണ്ടി കൈയും കാലും തല്ലിയൊടിച്ച് ആശുപത്രിയിലാക്കിയ കഥ മുതൽ പാർലമെന്റിന്റെ കഴിഞ്ഞ സെഷനിൽ മൈനിങ് മാഫിയയ്ക്ക് വേണ്ടി നടത്തിയ പ്രസംഗം വരെ എല്ലാം എനിക്കറിയാം. അത് നന്നായി ഡി കെ. എന്റെ ജീവചരിത്രവും ഭൂമിശാസ്ത്രവും നീ പഠിച്ചു. നന്നായി ഡി കെ. ഇപ്പം നിനക്ക് മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. നീ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം വിഘ്നേഷ്. ഇപ്പൊ നീ എന്തിനാ വിളിച്ചത്? എന്നെ ഭയപ്പെടുത്താനാണോ? നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയോ ഡി കെ? എന്ത് പറ്റി ഡി കെ? നീ പറഞ്ഞതൊന്നും അവള് വിശ്വസിച്ചില്ലേ? അല്ല, ഞാൻ നിന്നെ സഹായിക്കണോ ഡി കെ? നിന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കണോ? എന്റെ ഭാര്യയാവാൻ പോകുന്നവളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം അനിയന് കല്യാണം കഴിച്ചു കൊടുത്തവനല്ലേ നീ? അപ്പൊ പിന്നെ നിന്നെ ഞാനും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ ഡി കെ. വേണ്ട, എന്റെ കുടുംബകാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. പിന്നെ അമലയെ വിളിച്ചുകൊണ്ട് വന്നു, അതൊരു തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നീ അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവൾ വിഷം കഴിച്ച് മരിച്ചേനെ. അതറിയാമോ നിനക്ക്? അന്നുണ്ടായ സംഭവങ്ങളെ തുടർന്ന് നിനക്കുണ്ടായ നഷ്ടങ്ങളുടെ എല്ലാം ഉത്തരവാദി നീ മാത്രം. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആദ്യം വേണ്ടത് ആ പെണ്ണിന്റെ സമ്മതം. നീ എപ്പോഴെങ്കിലും അമലയുടെ സമ്മതം വാങ്ങിയിരുന്നോ? അതോ അമലയുടെ അമ്മയെ പണം കൊടുത്ത് മയക്കിയാൽ അവൾ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നീ കരുതിയോ? നിന്റെ അമ്മ ഒരു പാവ സ്ത്രീയായിരുന്നു. പക്ഷേ അവരുടെ മരണത്തിന് ഉത്തരവാദി അത് നീ മാത്രം. അതിനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. നോ,
നീയാണ് എല്ലാത്തിനും കാരണം. നീ കാരണം എന്റെ അമ്മ മരിച്ചത്. എടാ DK, നിന്റെ നാശം കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഞാൻ വരുന്നുണ്ട് DK, നിന്നെ കാണാൻ, നിന്നെ നേരിൽ കാണാൻ.